ഇന്ന് നമുക്കൊരു വെറൈറ്റി ചിക്കൻ ഉണ്ടാക്കിയാലോ. നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത്. ചിക്കൻ ടിക്ക മസാല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ഞാനിപ്പോൾ ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ടിക്ക മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 750 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടെടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് നല്ലൊരു എരിവിന് വേണ്ടിയിട്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് കേട്ടോ ചേർക്കുന്നത്. നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. ഞാനിപ്പോൾ അരമണിക്കൂറേ വെക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടറും ചേർക്കാം കേട്ടോ. ശരിക്കും ബട്ടറാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുക. അതിനുശേഷം നമ്മൾ ഈ ചിക്കൻ ഇതിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും, നല്ല സോഫ്റ്റും ആവും കേട്ടോ. ഒരു വശം ഫ്രൈ ആകുമ്പോൾ മറിച്ചിട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മളിത് അടച്ച് വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചിക്കൻ കിട്ടും. അപ്പോൾ ചിക്കനൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും ഇതിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഓയിലൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിക്കാം. ഇനി നമുക്ക് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ സവാള ആദ്യം തന്നെ നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ശേഷം ഇതിലേക്ക് 2 ടൊമാറ്റോയുടെ പേസ്റ്റാണ് ചേർക്കുന്നത്. 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ ഇത്. ടൊമാറ്റോ പേസ്റ്റിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 1/2 കപ്പ് നല്ല ചൂടുവെള്ളം വേണം ചേർക്കാൻ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഗ്രേവിയിലേക്കുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ചിക്കനിൽ നമ്മൾ ആൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീം ചേർത്താലാണ് നല്ലൊരു ചിക്കൻ ടിക്ക മസാലയുടെ ടേസ്റ്റും ഫ്ലേവറും കിട്ടുള്ളൂ. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കൊള്ളിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ആവി കൊള്ളിച്ചാൽ മതി. എന്നാലാണ് ചിക്കനിലേക്ക് നല്ല മസാലയൊക്കെ ഇറങ്ങുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. ഉലുവയിൽ ഉണക്കിയതാണ് കേട്ടോ ഈ കസൂരി മേത്തി എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം അതിലേക്ക് ചേർക്കാൻ, എന്നാലാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പൊറാട്ടയുടെയും ചപ്പാത്തിയുടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കൻ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവർ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം വേണം കമൻറ്റ് ചെയ്യാൻ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നിങ്ങളുടെ കമൻറ്റ് ഗിവ് അവേയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്